നാച്ചുറൽ റിസോഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അത് നേരിടുന്ന അതായത് നാച്ചുറൽ റിസോഴ്സസ് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ ഒരു കൊച്ചു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എളുപ്പമാണ്, പോയിന്റ് ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, ഒന്ന് കേട്ടിരുന്നാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഏതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് പറയുന്നുണ്ട്. നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് അതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ നാച്ചുറൽ റിസോഴ്സസ്, അതേപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണ്, അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതെന്താണ്, അതേപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 4 ടോപ്പിക്കാണ് ഈ യൂണിറ്റിൽ ആകെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോവാം. നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. ഏതൊക്കെയാണ് ഈ നാച്ചുറൽ റിസോഴ്സസ്? ഈ നാച്ചുറൽ റിസോഴ്സസ് തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് റിന്യൂവബിൾ റിസോഴ്സ്, മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ റിന്യൂവബിൾ റിസോഴ്സ് എന്താണെന്ന് നോക്കാം. എത്ര എടുത്താലും തീരത്തേയില്ല, നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ സോളാർ എനർജി, സൂര്യൻ, അതേപോലെ തന്നെ വാട്ടർ. അതൊക്കെ എന്താ, നമ്മൾ എടുക്കും തോറും അത് കഴിയോ? നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിന്റെ അംശം കഴിയോ? ഇല്ല. അതേപോലെ തന്നെ സോളാർ എനർജി അല്ലെ, സൂര്യന്റെ സൺലൈറ്റ് അല്ലെ, സൺലൈറ്റ് നമ്മൾ എത്രത്തോളം ഒരുപാട് കാര്യത്തിന് സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സോ സോളാർ എനർജി എടുക്കെ അത് കഴിയോ? ഇല്ല, കഴിയത്തില്ല. ഇൻഫിനിറ്റ്, നമുക്ക് അൺലിമിറ്റഡ് ആണ് അല്ലെ. അതെ, അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര എടുത്താലും കഴിയത്തേ ഇല്ല. അത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതിലാണ്? റിന്യൂവബിൾ റിസോഴ്സസിലാണ്. ഏതിലാണ്? റിന്യൂവബിൾ റിസോഴ്സസ്. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് എടുക്കും തോറും നമ്മുടെ ഭൂമിയിൽ നിന്ന് അത് എടുക്കും തോറും അതിന്റെ അളവ് കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ അണ്ടറിൽ കാറ്റഗറി ചെയ്തിട്ടുള്ളത് അഥവാ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് അത് എടുക്കും തോറും കഴിയുന്നു എന്ന് പറയുന്നത്? ഏതാ? നമുക്കറിയാം അല്ലെ, മിനറൽസ്, അതേപോലെ തന്നെ കോൾ അല്ലെ, കൽക്കരി, അതുപോലെ തന്നെ സോയിൽ അല്ലെ. എടുക്കും തോറും എന്ത് ചെയ്യും? കഴിയുക തന്നെ ചെയ്യും അല്ലെ. നമുക്കറിയാം മിനറൽസ്, അതുപോലെ പെട്രോളിയം ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണല്ലോ അല്ലെ. പെട്രോൾ ഒക്കെ എടുക്കും തോറും ഫ്യൂൽ അല്ലേ, യൂസിങ് ലൈക്ക് എ ഫ്യൂൽ അല്ലെ. അപ്പൊ ഫ്യൂൽ എടുക്കും തോറും എന്താവും? അത് കഴിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മള് വേറെ പലതും ഇപ്പൊ സോളാർ എനർജി ഉപയോഗിച്ച് നമ്മൾ വണ്ടികൾ അല്ലെ, വെഹിക്കിളിന്റെ ഫ്യൂൽ ആക്കി അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അല്ലെ. അതെന്തുകൊണ്ടാണ്? ഇനി ഭാവിയിലോട്ട് ഈ പെട്രോളിയം ഒക്കെ എന്താവും? കഴിയുക തന്നെ ചെയ്യും. എടുക്കും തോറും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. നമ്മുടെ സൂര്യനെ പോലെ, സൺലൈറ്റിനെ പോലെ, സോളാർ എനർജിനെ പോലെ അഥവാ വാട്ടറിനെ പോലെ അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേ എടുക്കും തോറും കഴിയാത്ത സാധനമൊന്നുമല്ലല്ലോ അല്ലെ. അങ്ങനെയാണ്, ഇത്തരത്തിലാണ് നാച്ചുറൽ റിസോഴ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. റിന്യൂവബിൾ റിസോഴ്സസ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എടുക്കും തോറും കഴിയത്തേ ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഏതൊക്കെ അതിന്റെ അണ്ടറിൽ എക്സാമ്പിൾ ആയിട്ട് വരിക? സണ്ണ് അല്ലെ, സൺലൈറ്റ്, അതുപോലെ വാട്ടർ, പ്ലാന്റ്, ഇതൊക്കെയാണ് നമുക്ക് റിന്യൂവബിൾ വരിക. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാലോ എടുക്കും തോറും കഴിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, കഴിയുക തന്നെ ചെയ്യും. അതിൽ ഏതൊക്കെ ക്ലാസിഫൈ ചെയ്യും? മിനറൽസ് അല്ലെ. അപ്പോ മിനറൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം പെടും അല്ലെ, ഗോൾഡ് എല്ലാം പെടും. സോ മിനറൽസ്, അതേപോലെ തന്നെ
എന്താ ഗുണം? ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല. അതായത് ഇപ്പൊ എളുപ്പമാണ്, നമുക്ക് അറിയാം ഈ നാച്ചുറൽ റിസോഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും അവിടെ നിന്നു പോകും അല്ലെ. ഏറ്റവും ബേസിക് ആയ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക്, മനുഷ്യന് മാത്രമല്ലല്ലോ അല്ലെ, ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവനുള്ള വസ്തുവിനും എന്തിന്റെ ആവശ്യകത ഉണ്ട്? യഥാർത്ഥത്തിൽ നാച്ചുറൽ റിസോഴ്സ് ബേസിക് ആണ്. എന്ത് നാച്ചുറൽ റിസോഴ്സ്? എന്നാലും നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. നാച്ചുറൽ റിസോഴ്സ് എയർ ടു ബ്രീത്ത് അല്ലെ, നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നത്, ഈ വായു എന്തെന്നെയാണ്? നാച്ചുറൽ റിസോഴ്സ് ആണ്. അതേപോലെ തന്നെ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ അല്ലെ, നമുക്ക് അഗ്രികൾച്ചർ കൃഷി ചെയ്യാനൊക്കെ നമുക്ക് എന്ത് സോയിൽ ഉണ്ട് അഥവാ ലാൻഡ്, അതും എന്ത് തന്നെയാണ്? നാച്ചുറൽ റിസോഴ്സ് തന്നെ. സൺലൈറ്റ് അല്ലെ, സൺലൈറ്റ് നമുക്ക് എന്താ? സൺലൈറ്റ് നമ്മൾ സോളാർ എനർജി ഉണ്ടാക്കുന്നു, അത് പിന്നീട് നമ്മൾ പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഓയിലും നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് എന്തിനുമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു? ഫ്യൂവൽ അല്ലെ, ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് മിനറൽസ് അയൺ അല്ലെ, ഇരുമ്പ് എല്ലാം തന്നെ നമുക്ക് അതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മിനറൽസുകളാണ് ഏത്? ഈ ഗോൾഡ്, ഡയമണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതും നമുക്ക് എവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫോറസ്റ്റും എന്താണ്? ഒരു നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ് ഫോറസ്റ്റ് അല്ലെ. സോ ഈ ഫോറസ്റ്റ് ഒരുപാട് ജന്തുജാലങ്ങൾക്ക് വീടായിട്ടും അല്ലെ, അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ ആവശ്യമുള്ള ഫുഡും എല്ലാം തന്നെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഫോറസ്റ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അതേപോലെ തന്നെ വാട്ടറിന്റെ ആവശ്യകത നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. സോ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഒരു ജന്തുവിന് അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിന് ആവശ്യമുള്ള എല്ലാ ബേസിക് നീഡ്സും തരുന്നത് ആര് തന്നെയാണ്? ഒരു സംശയമില്ല, നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ് നമുക്കത് എന്ത് ലഭ്യമാകുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ ടോപ്പിക്കാണ് ത്രെഡ്സ് ടു നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് ഈ നാച്ചുറൽ റിസോഴ്സസുകള്? ഇത്രയൊക്കെ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലും നിലവിൽ ഇപ്പോഴും നാച്ചുറൽ റിസോഴ്സ് ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ആ ഭീഷണികൾ എന്താ എന്ന് നമുക്ക് നോക്കാം. നാല് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ഓവർ പോപ്പുലേഷൻ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാച്ചുറൽ റിസോഴ്സിന് എന്ത് ചെയ്യും? മനുഷ്യന്മാർ തന്നെ എന്ത് ചെയ്യും? പതിയെ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങനെ ഓവർ പോപ്പുലേഷൻ ആണ് ആദ്യത്തെ ഭീഷണി. ആര് നേരിടേണ്ടി വരുന്നത്? നാച്ചുറൽ റിസോഴ്സ് നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ഭീഷണി എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ ആണ്. പിന്നെ മറ്റൊന്നാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. എന്താ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്തോറും ആൾക്കാർ എന്ത് ചെയ്യും? ഈ നാച്ചുറൽ റിസോഴ്സിന് അവനവന്റെ അനാവശ്യമായ കാര്യത്തിൽ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോപ്പുലേഷൻ കൂടുമ്പോൾ ആൾക്കാർക്ക് വീട് വെക്കണം. സോ അതിന് ഡിഫോറസ്റ്റേഷൻ അഥവാ മരങ്ങൾ വെട്ടിമുറിക്കും അല്ലെ. വെട്ടിമുറിക്കൽ മാത്രമേ ഉള്ളൂ, എന്തില്ല തിരിച്ച് അതേപോലെ ഒരു ചെടി, ഒരു തൈ നടുക എന്നുള്ള അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓവറായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ആവശ്യമുള്ള ബേസിക് നീഡ്സ് നേച്ചറിന് നമ്മൾ എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഓവർ എക്സ്പ്ലോയിറ്റേഷനും ഇന്നത്തെ ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സ് നേരിടുന്ന മറ്റൊരു ഭീഷണിയാണ്. മൂന്നാമത്തേതാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചും നാച്ചുറൽ റിസോഴ്സ് നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് മനുഷ്യരുടെ കാര്യം? ആണല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് എപ്പോഴും ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെ. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ അതൊക്കെ പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം അല്ലെ. ഡിഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ എന്താ? ചൂട് കൂടും, ക്ലൈമറ്റ് മാറും, അന്തരീക്ഷം മാറും അല്ലെ. സോ അതും മനുഷ്യ പ്രവൃത്തി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ മൂന്നാമത്തെയാണ് ഏത്? ക്ലൈമറ്റ് ചേഞ്ച്. നാലാം നോക്കാം, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. നമുക്കറിയാം എൻവയോൺമെന്റൽ പൊല്യൂഷൻ മനുഷ്യനും നാച്ചുറൽ റിസോഴ്സിനും ഒരേപോലെ പ്രശ്നമാക്കുന്ന ഒരു കാര്യമാണ് ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ വാഹനത്തിൽ നിന്നും വരുന്ന പുകയുണ്ടല്ലോ, അതിൽ തന്നെ ഒരുപാട് ടിന്ന്, ലെഡ് പോലുള്ള മാരക വസ്തു നമ്മൾ ശ്വസിച്ചാൽ, മനുഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നേരെ ഈ നാച്ചുറൽ റിസോഴ്സിലോട്ട് പോകുമ്പോൾ നശിക്കുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ഉള്ള കുറച്ച് ഭീഷണികളാണ് ആര് നേരിട്ട് വരുന്നത്? നാച്ചുറൽ റിസോഴ്സ് നേരിടുന്നത്. 4 പോയിന്റ് പഠിച്ചത് ഏതൊക്കെയാണ്? ഓവർ പോപ്പുലേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഏകദേശം ഈ 4 ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ പറ്റും. അതിനുവേണ്ടി കുറച്ച് സ്റ്റെപ്സുകൾ എടുക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മുടെ അവസാനത്തെ ടോപ്പിക്കിലോട്ട് കിടക്കുന്നത്, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്.
എങ്ങനെയാണ് നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സിനെ സംരക്ഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഇനി നോക്കുന്നത്. അത് കുറച്ച് പോയിന്റുകളായിട്ടാണ് പറയാനുള്ളത്, പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തേതും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. The 3 R should be followed. അതായത് ഒന്നുമില്ല, റെഡ്യൂസ് ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, ഉപയോഗിച്ച വസ്തുക്കൾ റീയൂസ് ചെയ്യാൻ പഠിക്കുക, റീയൂസ് ചെയ്ത വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ 3 R, the 3 R എന്ന് പറഞ്ഞാൽ എന്തായി? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഇത്തരത്തിൽ 3 R's എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നോക്കാം, ക്ലീനിങ് ഓഫ് ദി കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തെ ക്ലീൻ ചെയ്യാൻ നമ്മൾ എല്ലാവരും നമ്മൾ അതിലൊക്കെ പങ്കാളികളാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അതിന്റെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ അതിന്റെ ഒരു വോളണ്ടിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറണം എന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്ക് എന്താ, വാട്ടർ ഷുഡ് നോട്ട് ബി വേസ്റ്റ് അല്ലെ. വെള്ളം, നമ്മുടെ വാട്ടർ നമ്മൾ എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആക്കി കളയരുത്. നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം അല്ലെ, പിന്നീടുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതാക്കാം. അതേപോലെ തന്നെ പോൺസ് അല്ലെ, കുളങ്ങളും ലേക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വൃത്തിയാക്കാം. മനസ്സിലായോ? എപ്പോഴും വൃത്തിയായി ശുദ്ധിയായി വെക്കുക. കാരണം അതൊക്കെ ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാലും ഇന്നും ഒരുപാട് ജനറേഷൻ ഇവിടെ ജീവിക്കേണ്ടതാണ് അല്ലെ. സോ അവർക്ക് വേണ്ടി നമ്മൾ അതൊക്കെ കരുതി വെക്കുക. പോൺസ് ആൻഡ് ലേക്ക് ഷുഡ് ബി ക്ലീൻ, അല്ലെങ്കിൽ വി ഷുഡ് കെപ്റ്റ് ഇറ്റ് ആസ് ക്ലീൻ. മനസ്സിലായല്ലോ? ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡാംസുകളും, അതേപോലെ തന്നെ ഡാമുകൾ പോലുള്ള വാട്ടറിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പദ്ധതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ മസ്റ്റ് ബി സ്റ്റോപ്ഡ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന ആ ഒരു പരിപാടി എന്ത് ചെയ്യുക? പറ്റ നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ അത് അവസാനിപ്പിക്കുക. ആ പരിപാടി ചെയ്യുന്നവരോട് നമ്മൾ എന്ത് ചെയ്യുക? എതിർക്കുക. ഡീഫോറസ്റ്റേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് തടയണം. അതേപോലെ തന്നെ നമ്മുടെ ഈ എൻവയോൺമെന്റിലുള്ള നാച്ചുറൽ റിസോഴ്സ് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, മനസ്സിലായി? മാത്രമല്ല പൊല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സ് നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് പൊല്യൂഷൻ. അതും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുക തന്നെ വേണം. മനസ്സിലായി? നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? സോ ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഇത്തരത്തില് ഇപ്പോ നാച്ചുറൽ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ ശക്തമായി നടപ്പിലാക്കുക. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇതിപ്പോ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റെപ്സുകൾ നമുക്ക് മുന്നോട്ട് വെക്കാം. മനസ്സിലായല്ലോ? സോ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ 4 ടോപ്പിക്കാണ് പഠിച്ചത്. ഒന്ന് നാച്ചുറൽ റിസോഴ്സ് ഏതൊക്കെ, അതുപോലെ ഈ നാച്ചുറൽ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ, നാച്ചുറൽ റിസോഴ്സസ് നേരിടുന്ന ഭീഷണികൾ അഥവാ പ്രശ്നങ്ങൾ ഏതെല്ലാം, പിന്നെ ഈ നാച്ചുറൽ റിസോഴ്സിനെ കുറെ കൂടി സേഫ് ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം. ഈ 4 ടോപ്പിക്കാണ് പഠിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ രീതിക്ക് നമുക്ക് നാച്ചുറൽ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സോ അത് നന്നായി വായിക്കാം, നന്നായി മനസ്സിലാക്കി വെക്കുക. ഒന്നും കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ. നന്നായി വായിക്കുക. ഓക്കെ, സോ ഇനി മറ്റൊരു യൂണിറ്റിൽ, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.